ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ കാനോട്ട് ഫോർഗെറ്റ് ബൈ അലക്സാണ്ടർ കിമയാണ്. ഇത് ഹോളോകോസ്റ്റ് ലിറ്ററേച്ചറിൽ പെട്ട ഒരു പോമാണ്. ഡു ഐ വാണ്ട് ടു റിമെമ്പർ ദ പീസ്ഫുൾ ഗീറ്റോ ബിഫോർ ദ റെയ്ഡ്? ഞാനത് ഓർക്കണം, പീസ്ഫുള്ളായിട്ടുള്ള ഗിറ്റോ, അതും റെയ്ഡിന് മുൻപേ. അതായത് അവിടെ ഒരു നാസിയുടെ അറ്റാക്കാണ് ആ ഗീറ്റോയിൽ സംഭവിച്ചത്. ഗീറ്റോ എന്ന് പറയുമ്പോൾ ഒരു ചേരി പ്രദേശമായിരുന്നു. അതേവരെ പീസ്ഫുള്ളായി ഇരുന്ന ആ പ്ലേസ് പെട്ടെന്നാണ് നാസി ആർമി അവരുടെ റെയ്ഡ് വരുന്നത്. ചിൽഡ്രൻ ഷേക്കിംഗ് ലൈക്ക് ലീവ്സ് ഇൻ ദ വിൻഡ്. കുട്ടികളൊക്കെ ഈ ഇല പോലെ ഇങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിൻഡിൽ. മദേഴ്സ് സെർച്ചിങ് ഫോർ എ പീസ് ഓഫ് ബ്രെഡ്. അമ്മമാരാകട്ടെ അവർ ഫുഡ്, ബ്രെഡ് എന്ന് പറയുമ്പോൾ അവർ ഒരു പീസ് ബ്രെഡ് കിട്ടുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലാണ് അവർ. ഷാഡോസ് ഓൺ സോളൻ ലെഗ്സ് മൂവിങ് വിത്ത് ഫിയർ. നോ, ഐ ഡോണ്ട് വാണ്ട് ടു റിമെമ്പർ, ബട്ട് ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ്? അതും ഷാഡോസിൽ അല്ലേ, നിഴൽ മാത്രമേ ഉള്ളൂ. സോളൻ ലെഗ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വീർത്തിരിക്കുന്ന ലെഗ്സ്. അവർ പേടിയോടെ, ഭയത്തോടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതൊന്നും ഓർക്കണ്ടെന്ന് പറയുവാണ്. പക്ഷെ ഞാൻ എങ്ങനെ മറക്കാനാ? ഡു ഐ വാണ്ട് ടു റിമെമ്പർ ദ ക്രിയേഷൻ ഓഫ് ഹെൽ? അപ്പോൾ ഈ റെയ്ഡ് വരുന്നതിന് മുമ്പ് പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമായിരുന്നു. റെയ്ഡ് വന്നതിന് ശേഷം അവിടെ ഒരു ഹെല്ലായി മാറിയിരിക്കുകയാണ്, ടോട്ടൽ ഹെല്ലായി മാറിയിരിക്കുക. ദ ഷൗട്ട്സ് ഓഫ് ദി റെയ്ഡേഴ്സിൻ്റെയൊക്കെ ഈ ഷൗട്ട് ചെയ്യാന്ന് പറയത്തില്ലേ, അവർ ഒച്ചത്തിലുള്ള സംസാരം. എൻജോയിങ് ദ ഹണ്ട്, അവർ വേട്ടയാടുന്നത് ആസ്വദിക്കുക എന്നാണ് പറയുന്നത്. അപ്പം ജൂയിഷ് പീപ്പിളിനെയാണല്ലോ ഈ റെയ്ഡേഴ്സ് ഹണ്ട് ചെയ്യുന്നത്. ക്രൈസ് ഓഫ് ദി വൂണ്ടഡ് അല്ലേ, ഈ വൂണ്ടഡ് പീപ്പിൾ എന്ന് പറയുമ്പോൾ മുറിവൊക്കെ ഏറ്റ ആൾക്കാരുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ബെഗിങ് ഫോർ ലൈഫ് അല്ലേ, അവർ ജീവന് വേണ്ടി യാചിക്കുകയാണ്. ഫേസസ് ഓഫ് ദി മദേഴ്സ് കാർവ്ഡ് വിത്ത് പെയിൻ. അമ്മമാരുടെ മുഖങ്ങളായിക്കോട്ടെ അവർ പെയിനാണ്, മുഖമെല്ലാം ദുഃഖകരമാണ്. ഹൈഡിങ് ചിൽഡ്രൻ, അവിടെ കുട്ടികളെ ഒളിപ്പിക്കുന്നുണ്ട്. ഡ്രിപ്പിംഗ് വിത്ത് ഫിയർ, കുട്ടികളെ ഈ ട്രേഡേഴ്സിൻ്റെ കണ്ണിപ്പെടാതിരിക്കാൻ ഒളിപ്പിക്കുന്നുണ്ട്. നോ, ഐ ഡോണ്ട് വാണ്ട് ടു റിമെമ്പർ, ബട്ട് ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ്? നെക്സ്റ്റ് സ്റ്റാൻസ. ഡു ഐ വാണ്ട് ടു റിമെമ്പർ മൈ ഫിയർഫുൾ റിട്ടേൺ? ഞാൻ അത് ഓർക്കണോ, എൻ്റെ ഫിയർഫുൾ റിട്ടേൺ? ഫാമിലീസ് വാനിഷ്ഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി ഡേ. ഡേയുടെ മധ്യത്തിലാണ് അല്ലെ, ദിവസത്തിന് മധ്യത്തിൽ ഫാമിലി എല്ലാം വാനിഷ്ഡ് ആയിരിക്കുന്നു. ദ മാസ് ഗ്രേവ് സ്റ്റീമിങ് വിത്ത് വേപ്പർ ഓഫ് ബ്ലഡ് അല്ലേ, കൊന്നു കഴിയുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? ഈ രക്തത്തിൻ്റെ ആവിയാണ് പരക്കുന്നത് അവിടെ. മദേഴ്സ് സെർച്ചിങ് ഫോർ ചിൽഡ്രൻ ഇൻ വെയിൻ. മദേഴ്സ് ആയിക്കോട്ടെ യൂസ്ലെസ്, ഒരു ഫലവും ഇല്ല. ഒരു കുട്ടികളെ കണ്ടെത്തുമെന്നൊന്നും യാതൊരു ഉറപ്പും ഇല്ലാഞ്ഞിട്ട് അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ. ദ പെയിൻ ഓഫ് ദി ഗീറ്റോ അല്ലേ, ആ ചേരി പ്രദേശത്തിൻ്റെ പെയിനാണ്. കട്ട്സ് ലൈക്ക് എ നൈഫ്, ഒരു നൈഫ് എങ്ങനെയാണ് മുറിക്കുന്നത് അതുപോലെ, അത്രയും വേദനയാണ്. നോ, ഐ ഡോണ്ട് വാണ്ട് ടു റിമെമ്പർ, എനിക്ക് ഓർക്കണ്ട. ബട്ട് ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ്? ഞാൻ എങ്ങനെ മറക്കും? ഡു ഐ വാണ്ട് ടു റിമെമ്പർ, ഞാൻ അത് ഓർക്കണോ? ദ വെയിലിംഗ് ഓഫ് ദി നൈറ്റ് അല്ലേ, വെയിലിംഗ് ഓഫ് ദി നൈറ്റ് എന്ന് പറയുമ്പം ഈ ഹോളോകോസ്റ്റിൻ്റെ ടൈമിൽ നാസി ഐഡിയൽസൊക്കെ ഗീറ്റോസിലാണ് കെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം they were taken away from their homes and were alienated from the people. അപ്പം ഇതെന്ന് പറയുന്ന വെയിലിംഗ് ഓഫ് ദി നൈറ്റ് എന്ന് പറയുമ്പോൾ പീപ്പിൾ വെയർ ഷോട്ട് ഡെഡ് ഡ്യൂറിങ് ദ നൈറ്റ് ലീഡിങ് ടു ദ വെയിൽ ആസ് പീപ്പിൾ റാൻ ഫോർ ദെയർ ലൈഫ്സ്. അവരുടെ ആ കരച്ചലിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ആ നൈറ്റിൻ്റെ. അപ്പം രാത്രിയിലാണ് ഈ റെയ്ഡേഴ്സ് വരുന്നത്. ദ നൈറ്റ് സെൻറ്റഡ് വിത്ത് സ്നോ മെൽറ്റിംഗ് ബ്ലഡ്. അപ്പം നൈറ്റ് എന്ന് പറയുമ്പോൾ നൈറ്റ് എങ്ങനെയാണ് സെൻഡ് ചെയ്തിരിക്കുന്നത്? ഈ ബ്ലഡിൻ്റെയൊക്കെ, ഈ മെൽറ്റ് ചെയ്ത ബ്ലഡിൻ്റെ മണം കൊണ്ട് മൂടിയിരിക്കുകയാണ്. വൈൽ ദ കമ്പാഷനേറ്റ് മൂൺ ഈസ് ഷോയിങ് ദ വേ. അപ്പം ഇവിടെ മൂണിനെ കമ്പാഷനേറ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് മൂൺ ലൈറ്റ് അല്ല, രാത്രിയിൽ അല്ലേ ഒരു ചന്ദ്രൻ്റെയൊക്കെ ഒരു വെട്ടം ഉണ്ടാവുമെന്ന് പറയത്തില്ലേ, അത് ബാക്കി ഈ ഗീറ്റയിലെ ആൾക്കാർക്ക് വേണ്ടി വഴി കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക് ഒളിക്കാൻ. ഫോർ ദ ഫേസ്ലെസ് ഷാഡോസ് സെർച്ചിങ് ഫോർ ഗെയിൻ. അവരവരുടെ ഫാമിലീനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോ, ഐ വാണ്ട് ടു റിമെമ്പർ ബട്ട് ഐ കനോട്ട് ഫോർഗെറ്റ്. എനിക്ക്
ഇത് ഓർക്കണ്ട, പക്ഷെ എങ്ങനെ ഞാൻ മറക്കും. ഡു ഐ വാണ്ട് ടു റിമെമ്പർ ദിസ് വേർഡ് അപ്സൈഡ് ഡൗൺ, അല്ലേ? ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ വേർഡിനെ അപ്സൈഡ് ഡൗൺ ആക്കിയേക്കുവാണ്. വേർ ദ ഡിപ്പാർട്ടഡ് ആർ ബ്ലെസ്ഡ് വിത്ത് ആൻ ഇൻസ്റ്റൻറ്റ് ഡെത്ത്. ഇതൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ലൈനാണ്. കാരണം ഈ മരിച്ചു പോയവരാണ് ബ്ലെസ്ഡ് എന്ന് പറയുന്നത്. അവർ ഇൻസ്റ്റൻറ്റ് ഡെത്ത്, ആ ഒരു ഡെത്ത്. ഈ ചിലവരൊക്കെ വേദന നിന്ന് മരിക്കുക എന്ന് പറയത്തില്ല, അങ്ങനെ വേദന നിന്ന് മരിക്കാതെ അവർ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡെത്തിൽ അവരങ്ങ് പോയി. അവരാണ് ബ്ലെസ്ഡ് വൺസ് എന്ന് പറയുന്നത്. വൈൽ ദ ലിവിങ് കണ്ടാം ടു എ ഷോർട്ട് ട്രോച്ചർ ലൈഫ്. ഇപ്പം മുറിവേറ്റ് എന്താണ് പറയുന്നത്? തീ തിന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെ. ആൻഡ് എ ലോങ് ട്രോച്ചറസ് ജേർണി ഇൻ ടു അൺനെയിംഡ് പ്ലേസ്. അൺനെയിംഡ് ആയിട്ടുള്ള പ്ലേസിലേക്ക് ഒരു ജേർണിയിലാണ് പോകുന്നത്. കൺവേർട്ടിങ് ലിവിങ് സോൾസ് ഇൻ ടു ആഷസ് ആൻഡ് ഗ്യാസ്. ഈ ലിവിങ് സോൾസ് എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആത്മാക്കൾ, അവർ ആഷസും ഗ്യാസും ആയിട്ടൊക്കെയാണ് മാറുന്നത്. അതായത് ഇവിടെ പറയുന്ന ഈ നാസി ക്യാമ്പിൽ ഇങ്ങനെ അവരെ ആഷ് ആക്കാനും ഗ്യാസ് ആക്കാനൊക്കെ ഓരോ സംഭവം ഈ ചേമ്പേഴ്സൊക്കെ ഉപയോഗിക്കുമായിരുന്നു, ഗ്യാസ് ചേമ്പേഴ്സ്. നോ ഐ ഹാവ് ടു റിമെമ്പർ ആൻഡ് നെവർ ലെറ്റ് യു ഫോർഗെറ്റ്. ഇപ്പോൾ ലാസ്റ്റ് ലൈനിൽ പറയാണ്, എനിക്കിത് ഓർക്കണം, നിങ്ങളെ ഞാൻ മറക്കാൻ അനുവദിക്കത്തില്ല. അപ്പോൾ ഇതൊരു ഹോളോകോസ്റ്റിൻ്റെ ഭീകരതയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അന്നത്തെ സംഭവങ്ങളും ഒക്കെയാണ് ഈ പോമിൽ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ. താങ്ക് യു.